ഇവിടെ പറഞ്ഞു കേട്ടപ്പെട്ട ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിലെല്ലാം തന്നെ പറയുന്ന നാരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധനാലയങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതിനെ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് നമ്പറിൽ 15(7) അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് ഏറ്റെടുക്കപ്പെടുന്ന സ്ഥലം, ഈ അസറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാലയമോ അതിന്റെ ഭാഗമോ ആണെങ്കിൽ അത് ആർക്കാണത് കൊടുക്കേണ്ടത്? അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് എങ്ങനെ, ഇൻ സച്ച് മാനർ ആൻഡ് ഓൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് എൻഷുർ ദാറ്റ് ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് സച്ച് പ്ലേസ് ഓഫ് വർഷിപ്പ് ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പൊ അതിനെ ഏതെങ്കിലും രീതിയിലേക്ക് ഒരു പള്ളി ഏറ്റെടുത്തതിന് ശേഷം നാളെ അതിനെ അമ്പലമാക്കാനായിട്ടും ഒന്നും തന്നെ കഴിയില്ല. അപ്പൊ ഈ രീതിയിലേക്കുള്ള തെറ്റിദ്ധാരണകളൊക്കെ തന്നെ എന്തിനാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ പണം കൈകാര്യം ചെയ്യണമെങ്കിലോ അതുവഴി ഉണ്ടാകുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യണമെങ്കിലോ ആക്റ്റീവായിട്ടുള്ള FCRA ലൈസൻസ് ഉണ്ടാകണം. അത് വളരെ ലളിതമായിട്ടുള്ള കാര്യമല്ലേ. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ. വിദേശ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടാകണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പൊ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളെ ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനാണ്, പാസ്പോർട്ടിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ എന്നതുപോലെ FCRA ചട്ടവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രൊവിഷനും ഇതിനകത്തിലില്ല. ഇപ്പൊ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിദേശ പണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അസറ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന അമെന്റ്മെന്റ് ഉൾപ്പെടെയുള്ള നിയമത്തിൽ വ്യക്തതയില്ല. കാരണം ആ വസ്തുക്കളുടെ സൂപ്പർവിഷൻ എങ്ങനെ കൈകാര്യം ചെയ്യും, ആ വസ്തുക്കളുടെ ഡിസ്പോസൽ എങ്ങനെയാണ്, മിക്സ്ഡ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ മിക്സ്ഡ് ഫണ്ട് അസറ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സസ്പെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത് വസ്തുക്കളുടെ വെസ്റ്റിംഗ് എങ്ങനെയായിരിക്കണം, സൂപ്പർവിഷൻ എങ്ങനെയായിരിക്കണം, മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, അസറ്റ് ഡിസ്പോസൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന സാധനത്തിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ 22,000 കോടി രൂപ ഒരു വർഷം ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. വിദേശത്ത് നിന്ന് പണം വരുന്നത് എങ്കിൽ അക്കൗണ്ടബിലിറ്റിയോടെ അത് ചെയ്യേണ്ടതല്ലേ? അതുമായി ബന്ധപ്പെട്ട് പണമോ വസ്തുക്കളോ അന്യാധീനപ്പെടുന്നില്ല എന്നും അത് ദുരുപയോഗിക്കപ്പെടുന്നില്ല എന്നും ഉറപ്പുവരുത്താനുള്ള ബാധ്യത, ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? തെറ്റായ രീതിയിലേക്ക് ഇങ്ങനെ ലൈസൻസ് എക്സ്പയർ ആയിരിക്കുന്ന ശേഷമുള്ള വസ്തുക്കൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇത് ഉപയോഗിക്കുന്നില്ല, ദേശവിരുദ്ധമായ താല്പര്യത്തിന് ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ താല്പര്യമല്ലേ? അപ്പൊ അതിനെയൊക്കെ തന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ നിസ്സാരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കുത്തോ കോമയോ മാറി എന്ന് പറയുന്ന നറേറ്റീവിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതൊക്കെ തന്നെ ശരിയാണ്. പക്ഷേ FCRA ലൈസൻസ് കുത്തോ കോമയോ ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടെ എത്ര സംഘടനകൾക്കാണ് FCRA ലൈസൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? അഥവാ കുത്തോ കോമയോ ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾക്ക് അത് കൺവിൻസ് ചെയ്ത് പറയിപ്പിക്കാനായിട്ട്, ബോധ്യമാക്കാൻ കഴിയാതിരിക്കുന്ന എത്ര ഇൻസ്റ്റൻസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലേക്ക് ഇതിനെ പറയുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാലാകാലങ്ങളായിട്ട് FCRA അമെന്റ്മെന്റിന് വിധേയമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവ 2010 അമെന്റ്മെന്റിനകത്ത് തന്നെയും അതുവരെ 50% വരെ ഈ ഫോറിൻ ഫണ്ടുകൾ റിസീവ് ചെയ്തത് ഭരണപരമായിട്ടുള്ള ചെലവുകൾക്കായിട്ട് വിനിയോഗിക്കാൻ കഴിയുമായിരുന്നു. 2010 അത് വെട്ടിക്കുറച്ച് 20% വരെ പരമാവധി. പലപ്പോഴും ഈ സംഭവിച്ചിരിക്കുന്ന എല്ലാ NGOസും ഇങ്ങനെ വിശുദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതോ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കപ്പെടുന്നതോ അല്ല. 50% ഭരണ ചെലവുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് എന്റെ തന്നെ സുഹൃത്തുക്കളുണ്ട്. തൊഴിൽ തന്നെ ഈ NGO ആണ് എന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത ആൾക്കാരെ എനിക്കറിയാം. നമ്മുടെ നല്ല സുഹൃത്തുക്കൾ പലരും ഇതൊരു തൊഴിലായിട്ട് കണ്ടെത്തിയിട്ടുള്ളവരുണ്ട്. അപ്പൊ 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കുറിച്ച് ഭരണപരമായിട്ടുള്ള ചെലവുകൾ കാണിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വ്യക്തിപരമായിട്ട് അവർക്കത് അപ്രോപ്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. പിന്നെ അതുപോലെ മറ്റ് NGOസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞത് 2010 ഭേദഗതിയെ കുറിച്ചാണ്, മറ്റ് NGOസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഫണ്ട് വിതരണം നടത്തുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അതിനു മുമ്പ്. അതും ഈ 2010 ഭേദഗതി കൊണ്ട് ഇല്ലാതാക്കിയുണ്ടായി. അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം $1 ലക്ഷം അമേരിക്കയിൽ നിന്നും ഫണ്ടായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല NGOകൾക്കായിട്ട് അത് ഭാഗം വെച്ചുകൊണ്ട്, അതായത് FCRA ഫോറിൻ തുക റിസീവ് ചെയ്യുന്ന ഓർഗനൈസേഷന് അവർക്ക് ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത സംഘടനകൾക്ക് വീതം വെച്ച് കൊടുക്കുകയും അതുവഴി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയാണ് ഇല്ലാതാക്കിയത്. അപ്പൊ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഭേദഗതികൾ വരുന്നുണ്ട്. ഈ ഭേദഗതികൾ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതിന്റെ സാധ്യതകളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2020 അമെന്റ്മെന്റ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുകയുണ്ടായി. നോയൽ ഹാർപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 2022 പാസാക്കിയ വിധിന്യായ പ്രകാരം ഫോറിൻ ഫണ്ട് സ്വീകരിക്കുക എന്നത് ഒരു മൗലിക അവകാശമല്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഫോറിൻ ഫണ്ടുകൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് റെഗുലേറ്റ് ചെയ്യുവാൻ നിയമം ഉണ്ടാക്കുവാനും കഴിയുമെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. പക്ഷെ അപ്പോൾ തന്നെയും നാം ഈ പ്രപ്പോസൽസിനെ വിശകലനം ചെയ്യുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു ആർബിട്രർനെസ് വരാനുള്ള സാധ്യത, അതാണ് നേരത്തെ ബിഷപ്പ് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ സെലക്റ്റീവായിട്ടുള്ള അപ്രൂവൽ എന്ന് പറയുമ്പോൾ സെലക്റ്റീവായിട്ട് അപ്രൂവൽ കൊടുക്കാതെ ഇരിക്കുവാനും കഴിയും. പിന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടില്ലാത്ത, നിയമനിർമ്മാണ സഭയുടെ പ്രകടമായ അനുമതിയില്ലാത്ത കാര്യങ്ങൾ
കാര്യങ്ങൾ സർക്കാരിന് ചട്ടം വഴി കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ആർബിട്രറിനെസ്, അപ്പോൾ കുറച്ച് മേൽനോട്ടം നിയമനിർമ്മാണ സഭയ്ക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ജാതിക്കോ മതത്തിനോ ഒരു പ്രത്യേക സമൂഹത്തിനോ എതിരല്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ റീഫോംസ് കൊണ്ടുവരാൻ കഴിയും. അപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, നിയമം ദുരുപയോഗപ്പെടുന്നത് അത് ആരാണോ ഉപയോഗിക്കുന്നത്, എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്.